അപകടമുണ്ടായ ഈ സാഹചര്യത്തിൽ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂർ ഈ പ്രദേശത്തേക്ക് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഹരി അച്യുത വാര്യറാണ്, പോർട്ട് ഓഫീസർ. സർ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്? കപ്പലിൽ 22ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി കടൽ മാർഗം കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും കപ്പൽ ഉപയോഗിച്ചാണ് കൊണ്ടുവരിക. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുള്ള കപ്പലുകൾ വലിയ കപ്പലുകളാണ്. അവയ്ക്ക് നേരിട്ട് പോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടഗ്ഗുകൾ സ്റ്റാൻഡ് ബൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇവർ പുറം കടലിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിക്കേറ്റവരായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ബേപ്പൂരിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉറപ്പൊന്നും ആയിട്ടില്ല. കാരണം ബേപ്പൂരിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരമുണ്ട്. അതേമാതിരി അഴീക്കൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, കണ്ണൂർ അഴീക്കൽ നിന്ന്. ഒരുപക്ഷെ കണ്ണൂരിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെയുള്ള കപ്പലുകൾ നേരിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ മംഗലാപുരം പോർട്ടിലേക്കോ കൊച്ചി പോർട്ടിലേക്കോ ആയിരിക്കും. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ പുറംകടലിൽ വെച്ചിട്ട് ചെറിയ കപ്പലിലേക്ക് ആൾക്കാരെ മാറ്റേണ്ട ആവശ്യം വരില്ല. ഈ കൊച്ചി കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനത്തേക്ക് 10:30 ഒരു നിർദ്ദേശം പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു അപകടം സൂചന ഉണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കപ്പലിൻ്റെ ഉടമസ്ഥരുടെ ഏജൻ്റ് എന്നുള്ള രീതിയിൽ കൊച്ചിയിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴേക്കും അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആദ്യം പോകുന്നത് കോസ്റ്റ് ഗാർഡിലേക്കും നേവിയിലേക്കും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിലേക്കുമാണ്. നിലവിൽ ഈ കണ്ടെയ്നർ 50ഓളം കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിൽ പതിച്ചിട്ടുള്ളത്. അതിൽ എന്താണ് എന്നുള്ളതിലൊരു വ്യക്തതയും വന്നിട്ടില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? അതിലെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ. അത് ലോഡ് പോർട്ടിൽ നിന്ന് കൊളംബോയിൽ നിന്ന് വരുന്ന കപ്പലായതുകൊണ്ട് കൊളംബോയിൽ പോർട്ട് അധികൃതരാണ് പറയേണ്ടത് അതിലെന്താണ് ചരക്കുണ്ടായിരുന്നത് എന്നുള്ളത്. അതേ ഇൻഫർമേഷൻ ഇപ്പോൾ അത് കൊണ്ടുപോയി ഇറക്കാൻ പോകുന്ന നവസേവ തുറമുഖത്തും ഉണ്ടായിരിക്കും.